ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/malayalam എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വായിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 107. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ 1 സാമുവേൽ 11-12 അധ്യായങ്ങളും ഒപ്പം 55 സങ്കീർത്തനം പ്രാർത്ഥനയായും നമുക്ക് വായിക്കാം. നാം വചനം വായിച്ച് തുടങ്ങുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 സാമുവേൽ അധ്യായം 11. അമ്മോന്യർ യാബേഷ് ഉപരോധിക്കുന്നു. അമ്മോൻകാരനായ നാഹാഷ് കയറിച്ചെന്ന് യാബേഷ് ഗിലെയാദിനുമേൽ ഉപരോധമേർപ്പെടുത്തി. യാബേഷിലെ പൗരന്മാരെല്ലാം നാഹാഷിനോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ സേവിക്കേണ്ടതിന് ഞങ്ങളുമായി നീ ഒരു ഉടമ്പടി ചെയ്യുക. അമ്മോൻകാരനായ നാഹാഷ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വലത്ത് കണ്ണ് ഓരോന്നും ചുഴന്നെടുക്കുന്ന വ്യവസ്ഥയിൽ നിങ്ങളുമായി ഞാൻ ഉടമ്പടി ചെയ്യാം. അങ്ങനെ ഇസ്രായേൽ മുഴുവനും മേൽ ഞാനത് പരിഹാസ വിഷയമാക്കി മാറ്റും. യാബേഷിലെ ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ദൂതന്മാരെ അയക്കേണ്ടതിന് ഞങ്ങൾക്ക് 7 ദിവസം സാവകാശം തരിക. ഞങ്ങളെ രക്ഷിക്കുന്ന ആരുമില്ലെങ്കിൽ നിന്റെ പക്കലേക്ക് ഞങ്ങൾ എത്തിക്കൊള്ളാം. ദൂതന്മാർ സാവൂളിൻ്റെ ഗിബെയയിലെത്തി ജനം കേൾക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ജനം മുഴുവൻ സ്വരമുയർത്തി കരഞ്ഞു. അപ്പോൾ അതാ സാവൂൾ കാലിക്കൂട്ടത്തെ തെളിച്ച് വയലിൽ നിന്ന് വരുന്നു. സാവൂൾ തിരക്കി, ജനത്തിനെന്തു പറ്റി? അവർ കരയുകയാണല്ലോ. അപ്പോൾ അവർ യാബേഷ് പൗരന്മാരുടെ വാക്കുകൾ അവനോട് വിവരിച്ചു. സാവൂൾ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവൻ്റെ മേൽ ദൈവാരൂപി ആവേശിച്ചു. അവൻ്റെ കോപം ഏറെ ജ്വലിച്ചു. അവൻ ഒരേർ കാളയെടുത്ത് അത് കഷണമാക്കി സാവൂളിൻ്റെയും സാമുവേലിൻ്റെയും പിന്നാലെ പുറപ്പെടാത്തവൻ്റെ കാലിക്കൂട്ടത്തോട് ഇങ്ങനെ ചെയ്യപ്പെടുമെന്ന് പറയാനായി ഇസ്രായേൽ പ്രദേശത്തെല്ലാം ദൂതന്മാർ വശം അത് കൊടുത്തയച്ചു. അപ്പോൾ കർത്തൃഭീതി ജനത്തിൻ്റെ മേൽ നിപതിച്ചു. അവർ ഒറ്റയാൾ പോലെ പുറപ്പെട്ടു. അവൻ അവരെ ബസേക്കിൽ വെച്ച് തിട്ടപ്പെടുത്തി. ഇസ്രായേലിയർ 3,00,000 പേരും യൂദാ പൗരന്മാർ 30,000 പേരും ഉണ്ടായിരുന്നു. ദൂതന്മാരായി വന്നവരോട് അവൻ പറഞ്ഞു, യാബേഷ് ഗിലെയാദിലെ പൗരന്മാരോട് നിങ്ങളിങ്ങനെ പറയണം, നാളെ നട്ടുച്ചയ്ക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായിരിക്കും. ദൂതന്മാർ ചെന്ന് യാബേഷ് പൗരന്മാരോട് വിവരിച്ചു. അവർ സന്തോഷിച്ചു. യാബേഷ് പൗരന്മാർ നാഹാഷിനോട് പറഞ്ഞു, നാളെ ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു വന്നുകൊള്ളാം. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഉചിതമായതുപോലെയെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാം. സാവൂൾ അമ്മോന്യരെ തോൽപ്പിക്കുന്നു. പിറ്റേന്നായപ്പോൾ സാവൂൾ ജനത്തെ 3 ഗണങ്ങളായി വേർതിരിച്ചു. അവർ പ്രഭാതയാമത്തിൽ തന്നെ പാളയത്തിനിടയിലേക്ക് ഇരച്ചു ചെന്ന് നട്ടുച്ച സമയം വരെ അമ്മോനെ ആക്രമിച്ചു. അവശേഷിച്ചവരെ അവർ ചിതറിച്ചു. അവർക്കിടയിൽ 2 പേർ പോലും ഒന്നിച്ച് അവശേഷിച്ചില്ല. അപ്പോൾ ജനം സാമുവേലിനോട് പറഞ്ഞു, സാവൂൾ ഞങ്ങളുടെ മേൽ ഭരിക്കുമോ എന്ന് ചോദിച്ചത് ആരാണ്? ആ ആളുകളെ വിട്ടുതരിക, അവരെ ഞങ്ങൾ വകവരുത്തട്ടെ. സാവൂൾ പറഞ്ഞു, ഈ ദിവസം ആരും വധിക്കപ്പെടരുത്. എന്തെന്നാൽ ഇന്ന് കർത്താവ് ഇസ്രായേലിൽ രക്ഷ നിർവഹിച്ചിരിക്കുന്നു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, പോകുവിൻ, നമുക്ക് ഗിൽഗാലിലേക്ക് പോയി അവിടെ വെച്ച് രാജത്വം നവീകരിക്കാം. ജനം മുഴുവൻ ഗിൽഗാലിലേക്ക് പോയി. അവിടെ ഗിൽഗാലിൽ കർത്തൃസന്നിധിയിൽ വെച്ച് സാവൂളിനെ അവർ രാജാവാക്കി. അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ സമാധാന ബലികൾ അർപ്പിച്ചു. സാവൂളും ഇസ്രായേൽ പൗരന്മാരെല്ലാവരും അവിടെ അത്യധികം സന്തോഷിച്ചു. 1 സാമുവേൽ അധ്യായം 12. സാമുവേലിൻ്റെ വിടവാങ്ങൽ പ്രഖ്യാപനം. സാമുവേൽ എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, ഇതാ നിങ്ങൾ എന്നോട് ചോദിച്ചതെല്ലാം പ്രകാരം നിങ്ങളുടെ സ്വരം ശ്രവിച്ച് നിങ്ങൾക്ക് മേൽ ഞാൻ ഒരു രാജാവിനെ വാഴിച്ചു. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മുമ്പേ നീങ്ങാൻ ഒരു രാജാവുണ്ട്. ഞാനാകട്ടെ ജരാനരകൾ ബാധിച്ചവനായി. എൻ്റെ പുത്രന്മാർ ഇതാ നിങ്ങളോട് കൂടെയുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ വെച്ച് എനിക്കെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. കാളയെ ഞാൻ എടുത്തെന്ന് ആര് സാക്ഷ്യപ്പെടുത്തും? കഴുതയെ ഞാൻ എടുത്തെന്ന് ആര് സാക്ഷ്യപ്പെടുത്തും? ആരെയാണ് ഞാൻ ചൂഷണം ചെയ്തിട്ടുള്ളത്? ആരെയാണ് ഞാൻ ദ്രോഹിച്ചിട്ടുള്ളത്?
എൻ്റെ കണ്ണുകൾ കോഴ കൊണ്ട് അന്ധമാക്കും വിധം ആരുടെ കയ്യിൽ നിന്നാണ് ഞാനത് കൈപ്പറ്റിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തിരികെ തരാം. അവർ പറഞ്ഞു, നീ ഞങ്ങളെ ചൂഷണം ചെയ്തിട്ടില്ല, ഞങ്ങളെ ദ്രോഹിച്ചിട്ടുമില്ല, ഒരുവൻ്റെയും കയ്യിൽ നിന്ന് ഒന്നും നീ അപഹരിച്ചിട്ടില്ല. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൈവശം ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നതിന് നിങ്ങൾക്കെതിരെ ഈ ദിനം കർത്താവ് സാക്ഷിയാണ്, അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ, സാക്ഷിയാണ്. സാമുവേൽ ജനത്തോട് പറഞ്ഞു, മോശയെയും അഹറോനെയും നിയമിച്ചവനും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് സമുദ്ധരിച്ചവനുമായ കർത്താവ് തന്നെ സാക്ഷി. അതിനാൽ ഇപ്പോൾ നിങ്ങൾ നിലപാടെടുക്കുവിൻ. നിങ്ങളുമായും നിങ്ങളുടെ പിതാക്കന്മാരുമായും കർത്താവ് ചെയ്ത എല്ലാ നീതിപ്രവൃത്തിയും കുറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുമായി ഞാൻ ന്യായവാദം നടത്തട്ടെ. യാക്കോബ് ഈജിപ്തിലെത്തുകയും നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് മോശയെയും അഹറോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു. പക്ഷെ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചപ്പോൾ അവിടുന്ന് അവരെ ഹസോർ സൈന്യാധിപനായ സിസേറായുടെയും ഫിലിസ്ത്യരുടെയും മൊവാബ് രാജാവിൻ്റെയും കൈകളിലേക്ക് വിറ്റു. അക്കൂട്ടർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി. എന്തെന്നാൽ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലികളെയും അഷ്താറൂത്തുകളെയും ഞങ്ങൾ സേവിച്ചു. ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ ശുശ്രൂഷിച്ചു കൊള്ളാം. കർത്താവ് ജെറുബാലിനെയും ബെദാനെയും ജഫ്തായെയും സാമുവേലിനെയും അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളുടെ കരത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു. അമ്മോന്യരുടെ രാജാവായ നാഹാഷ് നിങ്ങൾക്കെതിരെ വരുന്നെന്ന് കണ്ടപ്പോൾ നിങ്ങൾ എന്നോട്, ഒരു രാജാവ് ഞങ്ങളെ ഭരിക്കാതെ പറ്റില്ല എന്ന് ശഠിച്ചു. നിങ്ങളുടെ ദൈവമായ കർത്താവായിരുന്നല്ലോ നിങ്ങളുടെ രാജാവ്. ഇപ്പോൾ ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ടതും നിങ്ങൾ തിരഞ്ഞെടുത്തതുമായ രാജാവ്. ഇതാ കർത്താവ് നിങ്ങളുടെ മേൽ ഒരു രാജാവിനെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ സ്വരം അനുസരിക്കുകയും കർത്താവിൻ്റെ നിർദ്ദേശം ധിക്കരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പിന്നാലെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും അവിടുത്തെ വാക്ക് ധിക്കരിക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ കരം നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ പിതാക്കന്മാർക്കെതിരെയും ആയിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ നിലപാടെടുത്ത് നിങ്ങളുടെ ദൃഷ്ടികളിൽ കർത്താവ് പ്രവർത്തിക്കുന്ന ഈ മഹാകാര്യം കാണുവിൻ. ഇന്ന് ഗോതമ്പ് കൊയ്ത്തല്ലേ. ഇടിയും മഴയും അയക്കേണ്ടതിന് കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. നിങ്ങൾക്കായി ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രവർത്തിച്ച ദുഷ്ടത വലുതാണെന്ന് നിങ്ങൾ അറിയുകയും കാണുകയും ചെയ്യുവിൻ. സാമുവേൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് ആ ദിവസം ഇടിമുഴക്കങ്ങളും മഴയും നൽകി. ജനം മുഴുവനും കർത്താവിനെയും സാമുവേലിനെയും ഏറെ ഭയപ്പെട്ടു. ജനം മുഴുവനും സാമുവേലിനോട് പറഞ്ഞു, ഞങ്ങൾ മരിക്കാതിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവിനോട് നിന്റെ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾക്കായി രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളുടെയും മേൽ ഞങ്ങൾ ഒരു തിന്മ കൂടി ചേർത്തിരിക്കുന്നു. സാമുവേൽ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. നിങ്ങൾ ഈ തിന്മയെല്ലാം ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ മോചിപ്പിക്കാനാകാത്തതുമായ നിരർത്ഥത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. അവ നിരർത്ഥമാണ്. എന്തെന്നാൽ തൻ്റെ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. നിങ്ങളെ തനിക്കായി ഒരു ജനമാക്കാൻ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഞാനാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിരമിച്ച് അങ്ങനെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ എനിക്കിടയാകാതിരിക്കട്ടെ. നല്ലതും നേരായതുമായ വഴിയിൽ ഞാൻ നിങ്ങൾക്ക് പരിശീലനം നൽകും. നിങ്ങൾ നിശ്ചയമായും കർത്താവിനെ ഭയപ്പെടുകയും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങളുമായി മഹനീയമാം വിധം വർത്തിച്ചത് പരിഗണിക്കുവിൻ. നിങ്ങൾ അടിക്കടി ദുഷ്ടമായി പെരുമാറിയാൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും തുടച്ചു മാറ്റും. സങ്കീർത്തനങ്ങൾ 55. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. ഗായക നേതാവിന് തന്ത്രീവാദ്യത്തോടെ ദാവീദിൻ്റെ പ്രബോധനഗീതം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. എൻ്റെ യാചനയിൽ നിന്ന് മറഞ്ഞിരിക്കരുതേ. എന്നോട് പരിഗണന കാട്ടി എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ചിന്തയിൽ ഞാൻ വേവലാതിപ്പെടുന്നതും നെടുവീർപ്പെടുന്നതും ശത്രുവിൻ്റെ ആക്രോശത്താലും ദുഷ്ടൻ്റെ ഉപദ്രവത്താലുമാണ്. എന്തെന്നാൽ അവർ എനിക്കെതിരെ ദ്രോഹം ചൊരിയുന്നു, കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വിങ്ങുന്നു, മരണഭീതികൾ എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നിൽ കടന്നുകൂടിയിരിക്കുന്നു, ഭീകരത എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നു, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാവിനെപ്പോലെ പറന്നുപോയി ചേക്കേറുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ വിഹരിക്കുമായിരുന്നു, മരുഭൂമിയിൽ രാപാർക്കുമായിരുന്നു. ചുഴലിക്കാറ്റിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും
ഒരു രക്ഷാസങ്കേതത്തിനായി ഞാൻ തത്രപ്പെടുമായിരുന്നു. നാഥ, അവരെ സംഭ്രമിപ്പിച്ച് അവരുടെ ഭാഷ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ ഞാൻ കാണുന്നത് അക്രമവും കലഹവുമാണല്ലോ. മതിലുകളോട് ചേർന്ന് അവർ അതിനെ രാപകൽ വലം വെക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഉപജാപവും കുഴപ്പവുമാണ്. അതിനുള്ളിൽ വിനാശമാണ്. അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനമോ വഞ്ചനയോ വിട്ടുമാറുന്നില്ല. ഞാൻ സഹിക്കാൻ ശത്രുവല്ലല്ലോ എന്നെ അപമാനിക്കുന്നത്. ഞാൻ അവനിൽ നിന്നൊളിക്കാൻ എന്നെ ദ്വേഷിക്കുന്നവനല്ല എനിക്കെതിരെ വമ്പ് കാണിക്കുന്നത്. പ്രത്യുത മർത്യ, അത് നീയാണ്. എനിക്ക് സമനും ചങ്ങാതിയും സുപരിചിതനുമായ നീ. നമ്മൾ ഒരുമിച്ച് മധുരഭാഷണം നടത്തിയവരാണ്. ദേവാലയത്തിലെ ജനാരവത്തിൽ വ്യാപരിച്ചവരാണ്. മരണം അവരുടെ മേൽ ചതിയാവട്ടെ. ജീവനോടെ അവർ പാതാളത്തിലേക്ക് താഴട്ടെ. അവരുടെ സത്രത്തിൽ അവരുടെ ഉള്ളിൽ തിന്മകളാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവിനെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ചിന്തിച്ച് ഞാൻ നെടുവീർപ്പിടുന്നു. അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. എനിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് അവിടുന്ന് എന്നെ സുരക്ഷിതമായി വീണ്ടെടുത്തു. എന്തെന്നാൽ എതിരിടുന്നവരായിരുന്നു എന്നോടൊപ്പം. പണ്ടേ ആസനസ്ഥനായ തമ്പുരാൻ ശ്രവിച്ച് അവരെ മാനം കെടുത്തി. തങ്ങൾക്ക് മാറ്റങ്ങളില്ലാത്ത അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നില്ല. അവൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈകൾ നീട്ടി. അവൻ തൻ്റെ ഉടമ്പടി അവഹേളിച്ചു. അവൻ്റെ വായ് വെണ്ണയേക്കാൾ മൃദുലം, ഹൃദയത്തിലോ പോരാട്ടം. വാക്കുകൾ എണ്ണയേക്കാൾ സ്നിഗ്ധം, അവയോ ഉറയൂരിയ വാളുകൾ. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ എന്നേക്കും കുലുക്കം തട്ടാൻ അവിടുന്ന് ഇടയാക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അഗാധ ഗർത്തത്തിലേക്ക് താഴ്ത്തും. രക്തപാതകികളും വഞ്ചകരും അർദ്ധായുസ് തികയ്ക്കില്ല. ഞാനാകട്ടെ അങ്ങിൽ ആശ്രയിക്കും. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ കർത്താവേ, ഒരിക്കൽ കൂടി അവിടുത്തെ വചനം വായിക്കാനും കർത്താവെ അങ്ങയുടെ സ്വരത്തിന് കാത് കൂർപ്പിക്കാനും അങ്ങ് തന്ന അസുലഭമായ ഈ നന്മയെയും അവസരത്തെയും ഓർത്ത് ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിനായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ പലവിധമായ വ്യഗ്രതകൾക്കും വ്യാപാരങ്ങൾക്കും നടുവിൽ അല്പസമയം അങ്ങയുടെ വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ അങ്ങ് തന്ന മനോഹരമായ ഈ കൃപാവരത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനസ്വരം കേൾക്കുമ്പോൾ ഇവരുടെ മാനുഷിക ജീവിതത്തിൽ ഇവർ ഭാരപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലേക്കും കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ എന്നും മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനാവാത്ത സ്വർഗീയ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ നിലവിളിച്ച് കർത്താവിനോട് മുറവിളി കൂട്ടി അപേക്ഷിച്ച പ്രകാരം അവർക്കൊരു രാജാവിനെ നൽകുകയും അവരുടെ ജീവിതത്തെ ശത്രു വേട്ടയാടാനൊരുങ്ങുമ്പോൾ ആ രാജാവിലൂടെ അവരെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന അവിടുന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലും അതാണല്ലോ ആവർത്തിക്കുന്നത്. ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഞങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, മഹത്വവും ആരാധനയും സ്തുതിയും ഒരിക്കൽ കൂടി അങ്ങേക്ക് മാത്രം സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, സന്തോഷത്തോടെ സ്നേഹത്തോടെ വീണ്ടും ഇന്നത്തെ ഈ വചന ചിന്തകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. താല്പര്യത്തോടെ വചനം നിങ്ങൾ പഠിക്കാനും വായിക്കാനും ദൈവം നിങ്ങൾക്ക് നൽകുന്ന കൃപയെ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം ഈ നാളുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം ദൈവവചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുക എന്നതാണ്. അമ്മോന്യര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്നതായും ദൈവത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച ആത്മാവ് നിറഞ്ഞ സാവൂൾ കർത്താവിൻ്റെ സഹായത്തോടെ ശത്രുവിനെ തുരത്തുന്നതുമാണ്, ശത്രുവിൻ്റെ മേൽ വിജയം നേടുന്നതുമാണ് നമ്മൾ വായിച്ചത്. നമ്മളിവിടെ കാണേണ്ടത്, ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ എത്ര ബലഹീനനാണെങ്കിലും കർത്താവിൻ്റെ അഭിഷേകം അയാളെ വിജയത്തിലെത്തിക്കും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിൽ എത്തിച്ചു. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതും വിജയത്തിലെത്തിക്കുന്നതും. മറ്റൊരിടത്ത് വചനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സൗള് ഒരു വ്യക്തി എന്ന നിലയിൽ പരാജയങ്ങളുള്ള ഒരാളാണ്. പക്ഷേ ദൈവം ഒരാശീർവാദം നൽകി കഴിയുമ്പോൾ, അഭിഷേകത്തിൻ്റെ തൈലം അയാളുടെ ശിരസുകളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ അയാൾ കരുത്തനായിട്ട് മാറുകയാണ്. ശക്തനും കൃപയുള്ളവനും ജനത്തെ നയിക്കാൻ ജ്ഞാനമുള്ളവനുമായി അയാൾ മാറുന്നത് നമ്മൾ കാണുകയാണ്. തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ എപ്പോഴും കണ്ണു തുറന്ന് ജാഗ്രതയോടെ ഇരിക്കുന്ന ആ ദൈവത്തെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് മാനുഷികമായ നിങ്ങളുടെ ക്ലേശങ്ങളിൽ,
നിങ്ങൾ തളർന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. മറ്റൊരു കാര്യം, എൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ സാമുവേലിൻ്റെ മരണഭാഗം അല്ലെങ്കിൽ അദ്ദേഹം വിടവാങ്ങുന്ന ഭാഗം വായിക്കുമ്പോഴാണ്. എനിക്കറിഞ്ഞുകൂടാ, വല്ലാത്ത ഒരു തരം ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ നെഞ്ചിലേക്ക് ഇങ്ങനെ ചില്ല് കുത്തി ഇറങ്ങുന്നത് പോലൊരു ഭാരമോ എനിക്കതെപ്പോൾ വായിക്കുമ്പോഴും വരാറുണ്ട്. ഒരു ദൈവ മനുഷ്യൻ, ദൈവം തിരഞ്ഞെടുത്ത ഒരാൾ, ജീവിതാന്ത്യത്തിൽ, ജീവിതത്തിൻ്റെ അപരാഹ്നത്തിൽ, സായന്തനത്തിൽ നിന്ന് പുറകിലേക്ക് നീണ്ടു കിടക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ നിഴലിലേക്ക് നോക്കിയിട്ട് അയാൾ ഇങ്ങനെ തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയും എന്നിൽ? ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അപഹരിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഇതുപോലെ ഇനി ഒരാൾ ബൈബിളിൽ പറയാൻ പോകുന്നത് ഈശോ മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ ആ ജീവിതം സഫലമാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ ഖേദങ്ങളില്ലാത്ത ഒരു ഭൂതകാലം, റിഗ്രറ്റ് ചെയ്യാത്തൊരു പാസ്റ്റ്. എനിക്കറിഞ്ഞുകൂടാ എനിക്കങ്ങനെ പറയാൻ കഴിയുമോ എന്ന്. കാരണം നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അത്രയും തികവോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളല്ല. സാമുവേൽ എത്ര കോൺഫിഡൻസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, അപ്പസ്തോലനായ പൗലോസ് പറയുന്നൊരു വാചകമുണ്ടല്ലോ, എൻ്റെ പിന്നിലുള്ളതിനെ വിസ്മരിച്ചിട്ട് എൻ്റെ മുന്നിലുള്ളത് നോക്കി ഞാൻ ഓടുകയാണ്. ഞാൻ ഈ വായനയ്ക്കിടയിൽ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ, നമ്മളിൽ പലർക്കും നന്നായിട്ട് തുടങ്ങാൻ പറ്റിയവരല്ല, നന്നായിട്ട് തുടങ്ങാൻ പറ്റിയ ആളുകളല്ല നമ്മൾ. പക്ഷെ നമുക്ക് നന്നായിട്ട് അവസാനിപ്പിക്കാൻ കഴിയും. സാമുവേലിൻ്റെ ആ വിടവാങ്ങൽ പ്രസംഗം ഹൃദയസ്പർശിയാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അതൊന്ന് വായിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, ഏത് നിർമ്മലനിലും വിശുദ്ധനിലും നീതിമാനിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ജനതയാണ് ബൈബിളിലെ ജനത. പക്ഷേ ആ ജനത പറയുകയാണ്, നീ പറഞ്ഞത് 100% അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അയ്യോ, അത് വായിക്കുമ്പോഴാണ് കുറെ കൂടി ഹൃദയം തകരുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇനി പിന്നിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, മുന്നോട്ട് നോക്കാം. ഇനിയുള്ള ജീവിതത്തിൽ റിഗ്രറ്റ് ചെയ്യാത്ത ഒരു ജീവിതം, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അങ്ങനെ പറയേണ്ടായിരുന്നു, അങ്ങനെ പ്രതികരിക്കേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ജീവിതം ഇല്ലാതിരിക്കാൻ സാമുവേൽ ഈ വചനത്താളുകളിലിരുന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടി രാജാവിനെ നൽകുമ്പോൾ സാമുവേൽ ഒരു കാര്യം മറക്കുന്നില്ല. ദൈവം രാജാവിനെ നൽകി കഴിയുമ്പോൾ സാമുവേൽ പറയുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടി ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു രാജാവിനെ ദൈവം നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ രാജാവും നിങ്ങളും നിങ്ങളുടെ ഹൃദയം ഇനി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇടയാവരുത്. നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മളോടും നമ്മുടെ കൂടെയുള്ളവരോടും നമുക്ക് പിന്നാലെ വരുന്നവരോടും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ: കർത്താവിൽ നിന്ന് നിന്റെ ഹൃദയം അകന്നു പോകാൻ ഇടയാവരുത്. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും വലുത് ദൈവമാണ്. നമുക്ക് ഏറ്റവും പരമപ്രധാനം ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാഗ്രതയുടെയും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിൻ്റെയും എല്ലാം വിഷയം യേശു മാത്രമാണ്. നമ്മൾ അവനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഓടേണ്ടവരാണ്. ഒരിക്കലും നോട്ടം അവനിൽ നിന്ന് മാറാതിരിക്കാനും ഹൃദയം അവനിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുമുള്ള ഒരു ആത്മീയ പക്വത നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട്, സ്നേഹിതരോട് ഈ വചന വായന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യണം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ്. നിങ്ങൾ പ്രത്യേകം ഈ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ശക്തമായ കൃപ ഈ പ്രദേശം മുഴുവൻ വ്യാപരിക്കുന്നതിന്, ഇവിടെയുള്ള ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യത്തിൽ ഇനി അടുത്ത ഒരു ദിവസം ഈ വചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയേൽ അച്ഛൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ. നാളെ കാണാം. ബൈ ബൈ.